വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ. ഹലോ. ആരാണ്? ഓ, കോയ കോളിംഗ് അല്ലേ? കോയ കോളിംഗ് ആണ്. ഒരൊറ്റ സെക്കൻഡ് ഇട്ടോ, ഇച്ചിരി മൂരി വെള്ളം കുടിച്ചാട്ടെ. അൽഫഹമ്മദില്ല, പറഞ്ഞോളൂ. ആരാ വിളിക്കുന്നത്? പേരെന്താ? ഞാന് സഹീറിന് പേര്. ഓ, സഹീർ. സഹീർ. വിശ്വാസിയാ? അതെ, വിശ്വാസിയാണ്. വിശ്വാസിയാണ്. പറഞ്ഞോളൂ, എന്താ വിളിച്ചേ? ഞാന് കണ്ണൂർ ഡിസ്ട്രിക്റ്റാണ്. ഞാൻ പലതവണ വിളിച്ചിരുന്നു മുമ്പൊക്കെ. അപ്പോഴൊന്നും എടുത്തിട്ടപ്പോ കട്ട് ചെയ്യും, കിട്ടിയില്ല. എടുത്തപ്പോ കട്ട് ചെയ്യേ? ലൈവിൽ വിളിച്ചാ കട്ട് ചെയ്യില്ല. അതെങ്ങനെയാന്നറിയില്ല. ലൈവിലല്ലായിരിക്കും നിങ്ങൾ വിളിച്ചത്, അതുകൊണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, ഇപ്പൊ പറഞ്ഞോളൂ, കിട്ടിയല്ലോ. കിട്ടി. സമയം കളയണ്ട, നേരെ വിഷയത്തിലേക്ക് വരൂ. ഓക്കെ ഓക്കെ. എന്താണ് ഇങ്ങനെ കടുത്ത ഇസ്ലാം വിമർശയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാം ഒരു സ്ക്രീൻ കാണുന്നുണ്ടോ? അതെ അതെ. അതിലെന്താ എഴുതിയിരിക്കണേ? ഹലോ. സ്ക്രീനിൽ എന്താ എഴുതിയിരിക്കണേ? സ്ക്രീനിലിപ്പോ സൈക്കോ തല്ലാഹു മക്കേലും കൊന്നു അല്ലേ? അതാണല്ലോ കാണുന്നത്. അല്ല, സ്ക്രീനിൽ കാണുന്ന എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ സൈഡിൽ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അതെന്താണ്? അത് എന്റെ റേഞ്ചിന്റെ ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ട് വ്യക്തമല്ല, അതുകൊണ്ടാണ്. പറഞ്ഞുതരാം. ഇസ്ലാമിനെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നല്ലേ നിങ്ങൾ ചോദിച്ചേ? അതെ അതെ. ഇസ്ലാം ഒരു പേപ്പട്ടി മതമായതുകൊണ്ട്. ലൈവ് കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ടാ? ലൈവ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എങ്ങനെ ലൈവ് കാണാത്തത്? നിങ്ങളുടെ നാട്ടില് അത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഭരിക്കുന്നത്. അവിടെ നിങ്ങൾ ടവർ വെക്കാൻ മര്യാദയ്ക്ക് സമ്മതിക്കാത്തതുകൊണ്ട് റേഞ്ച് കിട്ടുന്നില്ല. അത് തന്നെ. പേപ്പട്ടി മതം അല്ലേ? പേപ്പട്ടി മതം, അതെ. അതുകൊണ്ടാണ് ഇസ്ലാം. എന്തുകൊണ്ടാണ് പേപ്പട്ടി മതം നിങ്ങൾ പറയാൻ കാരണം? ഇസ്ലാമാണ് ഇന്ന് നാട്ടിൽ കുറെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മതം. അത് തന്നെ. നാട്ടില് എന്ത് കുഴപ്പം? ഏതൊക്കെ കുഴപ്പം നിങ്ങൾക്ക് വേണ്ടത്? തീവ്രവാദം വേണോ? സാമൂഹികമായ നിയമങ്ങളിൽ ഉണ്ടാക്കുന്ന കുഴപ്പം വേണോ? തുല്യതയിൽ ഉണ്ടാക്കുന്ന കുഴപ്പം വേണോ? സ്ത്രീ പുരുഷ തുല്യതയിലെ വിഷയം വേണോ? ഏതാ നിങ്ങൾക്ക് വേണ്ടത് കുഴപ്പം? ഏതെടുത്താലും 72 രൂപ. മറ്റുള്ള മതത്തിലൊന്നും ഇല്ലേ? ഏത് മതത്തിലെ? ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് എടുക്കുക. അല്ല, 1 സെക്കൻഡ്. യൂണിഫോം സിവിൽ കോഡ് ഇവിടെ എടുക്കുന്നത് ഏത് മതമാണ്? ഒരു ആരാധന ഏറ്റവും കൂടുതൽ വിശ്വാസികള് യൂണിഫോം ആരാധനയൊന്നും അല്ല നമ്മുടെ പ്രശ്നം. പേപ്പട്ടി മതം എന്ന് വിളിക്കാനുള്ള കാരണം അത് സാമൂഹികമായ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ പേരിലാണ്. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കാം. അതായത് ഏറ്റവും കൂടുതൽ വിശ്വാസികള് ആരാധിക്കുന്ന നമ്മളെ ഈ ബാബരി മസ്ജിദ്. ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ആരാധിക്കുന്ന ബാബറി മസ്ജിദോ? വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ മെയിൻ ആയിട്ട് പിന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാബരി മസ്ജിദ്. മുസ്ലിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ ബാബറി? മുസ്ലിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട പള്ളികൾ ഏതൊക്കെയാണ്? അത് നമ്മുടെ പരിശുദ്ധ മക്ക അതുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അത് നോക്കട്ടെ. പലതൊന്നുമില്ല. 1992 ആ സമയത്താണ്. കേൾക്കൂ, പല മസ്ജിദുകളൊന്നുമില്ല. 3 പള്ളികളേ ഉള്ളൂ. ഒന്ന് മക്കയിലെ പള്ളി, ഒന്ന് മദീനയിലെ പള്ളി, പിന്നെ നമ്മളുടെ മസ്ജിദുൽ അക്സ. ഈ ബാബറി മസ്ജിദിന് വലിയ പവിത്രതയൊന്നും ഇസ്ലാമിലില്ല. അത് നിങ്ങൾ പറയുന്നല്ല, അത് നമ്മുടെ മെയിൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ റെസ്പെക്ട് ചെയ്യുക ആരാധിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. 1992 മുമ്പേ. ആയിക്കോട്ടെ. അത് ആരാണ്? അത് പൊളിച്ചതാരാ? അത് പൊളിച്ചത് ഇവിടുത്തെ നാട്ടുകാര്, സംഘികൾ. ഏത് നാട്ടുകാര്? സംഘികൾ. ഏത് മതപ്പെട്ട മുസ്ലിങ്ങളാണോ? അതിൽ മുസ്ലിങ്ങളുണ്ടോ? സംഘികൾ അല്ലെ? ആ സംഘികള് ഏത് മതപ്പെട്ട ആൾക്കാരാ? സംഘികൾ ഏത് മതമാണെന്നുള്ളതാണോ അവിടുത്തെ പ്രശ്നം? എന്താ അന്നത്തെ പ്രശ്നമല്ല, അത് ഹിന്ദു മതവിശ്വാസികളാണ്. അതിന് അതെ, അവരെന്തുകൊണ്ട് പൊളിച്ചത്? അത് അവരുടെ ആരാധന. ഈ ബാബറി മസ്ജിദ് ഏത് പൊളിച്ചിട്ടാ ബാബറി മസ്ജിദ് പണിതത്?
അതിന് തെളിവുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? കണ്ടിട്ടില്ല. തെളിവുണ്ടല്ലോ. കോടതിയിലെ പേപ്പർ നിങ്ങൾ വായിച്ചിട്ടില്ലേ? കോടതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ ജനിച്ച സമയത്താണ് ഭവനസ് പൊളിച്ചത്. ഞാൻ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പള്ളി പൊളിച്ചത്. അതൊക്കെ അവിടെ വെക്കട്ടെ. നിങ്ങളിപ്പോ ഈ കോടതിയുടെ വിധി അടുത്തല്ലേ വന്നത്? അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അതിനകത്ത് അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് അതിനകത്തില്ലേ? പല കോളിങ്ങിന്റെ ആൾക്കാർ നിങ്ങൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെന്നില്ല. ബാബരി മസ്ജിദിന്റെ താഴെ എക്സ്കവേഷൻ നടത്തിയപ്പോ ആർക്കിയോളജിക്കൽ സർവേ അവിടെ അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോയ? ഉണ്ടോ? അപ്പൊ അമ്പലം പൊളിച്ചിട്ട് ബാബറി മസ്ജിദ് പണിതത് ശരിയാണോ? അമ്പലം പൊളിച്ചിട്ട് ബാബറി മസ്ജിദ് പണിതത് ശരിയാണോ? ആരാ എഴുതി വെച്ചതെന്നോ? ആർക്കിയോളജിക്കൽ സർവേ. അപ്പൊ അത് ഓക്കെ ആണോ? അമ്പലം പൊളിച്ചിട്ട് പള്ളി പണിയുന്നത് പ്രശ്നം ഇല്ല, പക്ഷെ പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിതാ പ്രശ്നമാണ്. ഇതാണോ നിങ്ങളുടെ വാദം? ആർക്കിയോളജി ആരാ? KK മുഹമ്മദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഭരണകൂടത്തിന്റെ ആൾക്കാരാ. ഭരണകൂടം അല്ലല്ലോ. അത് അവിടെ ശരി. അപ്പൊ കോടതി കൊടുക്കുന്ന സാധനമൊക്കെ ഭരണകൂടാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ബാബരി മസ്ജിദ് പൊളിച്ചത് നിങ്ങള് പത്രത്തിലും സാമൂഹ്യ മാധ്യമത്തിലും കണ്ടു. കോടതി കൊടുത്ത തെളിവ് നിങ്ങൾ എടുക്കോ ഇല്ലേ? കോടതിയിൽ കൊടുത്ത തെളിവ് എടുക്കുന്നതിന് എന്താ പ്രശ്നം? അപ്പൊ അതിൽ എഴുതിയിട്ടുള്ള സാധനമല്ലേ ഞാൻ ഈ പറയണത്. അതുകൊണ്ട് എന്താന്ന് തെറ്റാവില്ല. അതെങ്ങനെ തെറ്റാവുക? അത് ശരിയായതുകൊണ്ടല്ലേ ആ വിധി അവർക്ക് അനുകൂലമായത്. വിധി അനുകൂലമായത് ഇപ്പൊ ഒരു കോടതിയിലെ എല്ലാ വിധി സത്യമാണെന്നുണ്ടോ? അപ്പൊ നിങ്ങൾ സമ്മതിച്ചോ അവിടെ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതെന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിച്ചോ? നമ്മളിപ്പോ കോടതിന്റെ നിയമത്തിന്റെ കാര്യമില്ല. അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചോ? ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ആ തെളിവ് എന്തിനാ? അത് മാങ്ങ പറിക്കാൻ പോകും തെളിവ്. അപ്പൊ നിങ്ങൾ പറയുന്ന സാധനമൊക്കെ ഞാൻ എടുക്കണം. ഇവിടെ ഉള്ള തെളിവുള്ള സാധനം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എടുക്കൂല. അത് നിങ്ങൾ വല്ല അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ പറഞ്ഞാൽ മതി. അല്ല, തെളിവ് നിങ്ങൾ അമ്പലന്റെ തെളിവ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതല്ല കോടതി കൊടുത്തെന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്താ കാണാത്തത്? അല്ല, കോടതിയിൽ കൊടുത്തത് ഇപ്പൊ ഞാൻ പറയും നിങ്ങളെ വെല്ലുപ്പാപ്പന്റെ ഉപ്പാന്റെ ആൾക്കാർ. ആർക്കിയോളജിക്കൽ സർവേ അതിന് കൊടുത്തിരിക്കുന്ന ശാസ്ത്രീയമായ തെളിവുകൾ ഇവിടെ ഉണ്ട്. അല്ലാതെ നിങ്ങൾ 7ാം ആകാശത്ത് മമ്മദ് പോയതിന്റെ തെളിവ് തരുന്ന മാതിരിയുള്ള ഈ സ്വപ്നത്തിൽ കണ്ടത് വിളിച്ചു പോകുന്ന പരിപാടിയല്ല നമ്മളിവിടെ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. കോടതിയിൽ കൊടുക്കുന്ന തെളിവ് എന്ന് പറഞ്ഞാൽ മമ്മദ് 7ാം ആകാശത്ത് പോയതിന്റെ ഈ തട്ടിക്കൂട്ട് ഈ വായ്ത്താരാട്ട് പാടുന്ന മാതിരി സാധനമല്ല പറയുന്നത്. സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കൊടുത്ത കാര്യം പറയുന്നത്. അത് നിങ്ങൾ എടുക്കുമല്ലേ? അപ്പൊ നിങ്ങൾ സമ്മതിച്ചോ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്നത് നിങ്ങൾ സമ്മതിച്ചോ? അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്നത് നിങ്ങൾ സമ്മതിച്ചോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ RSSകാർ പള്ളി പൊളിക്കണമെന്നാണോ? പള്ളി പൊളിക്കണം എന്നല്ലല്ലോ ഈ പറഞ്ഞത്. നിങ്ങൾ പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിതത് തെറ്റാണെന്ന് നിങ്ങൾ പറയുമ്പോ അതിന് മുന്നേ ഈ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്നത് നിങ്ങൾ തെറ്റാണെന്ന് സമ്മതിക്കണം. അതെന്താ നിങ്ങൾക്ക് പറ്റാത്ത? അത് തെറ്റാണോ ശരിയാണോ? അപ്പൊ കാണാത്തതുകൊണ്ട് മറ്റേത് മാത്രം ഞാൻ പറയണമെന്ന്. അത് പള്ളി പറഞ്ഞാൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് രണ്ടും അറിയണോണ്ടാ ഞാൻ പറഞ്ഞത് രണ്ടും തെറ്റാണ്. നിങ്ങളല്ലേ പറഞ്ഞത് അത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന്. അതിന്റെ പേരിൽ പേപ്പട്ടി. അപ്പൊ ഈ പേപ്പട്ടി മതത്വം ഇവിടെ ആദ്യം ഇറക്കിയതാരാണ്? നിങ്ങൾ ജനിച്ചതൊക്കെ അവിടെ നിൽക്കൂ. ഞാൻ ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ്. ജനിച്ചതും ഇനി ഈ കാബ മക്കയിലെ കാബ അതൊരു അമ്പലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങളെ തല്ലി പൊട്ടിച്ചിട്ടാണ് അത് ഇന്ന് കാണുന്ന കാബയാക്കി മുഹമ്മദ് നബി മാറ്റിയത്. അത് നിങ്ങൾ സമ്മതിക്കും? അതപ്പോ ശരിയാണോ? ആ അമ്പലം പൊളിച്ചിട്ട് പള്ളി പണിത് ശരിയാണോ? നിങ്ങൾ പറയുന്നത് കേൾക്കുക. അതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ. ഹദീസിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ചരിത്രത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് നബി കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ അമ്പലം ആ വിഗ്രഹങ്ങളെ 360 വിഗ്രഹങ്ങളെ തല്ലി പൊട്ടിച്ചിട്ടാണ് അത് ഇന്ന് കാണുന്ന പള്ളിയാക്കി മാറ്റിയത്. അത് നിങ്ങൾ സമ്മതിക്കോ? അത് ശരിയാണോ? അത് ഹദീസ് എടുത്ത് വായിച്ചു നോക്ക്. ആ അതെ, നിങ്ങൾ സമ്മതിക്കോ? അത് ശരിയാണോ? അത് ശരിയാണോന്നാ ഞാൻ ചോദിക്കണത്. ഇത് സ്വപ്ന ലോകത്തെ കാര്യമല്ല. ഹദീസ് നമ്പർ വേണേ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഓരോന്ന് തപ്പിയെടുത്തിട്ട് അതായത് നിങ്ങള് സ്വപ്നത്തില് കണ്ട കാര്യങ്ങൾ തപ്പിയെടുത്തിട്ട് അമ്മാതിരി വാദമൊക്കെ നിങ്ങൾ വല്ല മദ്രസയിൽ ഇറക്കിയാൽ മതി. എക്സ് മുസ്ലിങ്ങളുടെ അടുത്ത് ഇറക്കണ്ട. ഞാനിത് ഹദീസ് വായിക്കാം.
ഹദീസ് വായിക്കാം. നിങ്ങൾ ആ തരികടൊക്കെ നിങ്ങൾ കൈവച്ചാൽ മതി. ഹദീസ് ദേ നമ്മൾ വായിക്കുന്നു. ഹദീസ് ദേ വായിക്കുന്നു. കോയ ഒന്ന് സമാധാനിക്ക്. കോയ സമാധാനിക്ക്. കോയ സമാധാനിക്ക്. കോയ സമാധാനിക്ക്. 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 ദേ ഒന്ന് വെയിറ്റ്. നിങ്ങൾ സ്ക്രീൻ എടുക്കൂ. സ്ക്രീനിൽ ഇതേ ഹദീസ്. അത് വായിച്ചിട്ട് പോയാൽ മതി. വായിച്ചിട്ട് പോയാ മതി കോയ. വായിച്ചിട്ട് പോയാ മതി കോയ. അതെ അത് വായിക്ക്. അത് വായിക്ക്. 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 സ്ക്രീനിൽ ഇത് കാണുന്നു. The Prophet entered Mecca and there were 360 idols around the Kaaba. He started stabbing the idols with a stick he had in his hand and reciting, "Truth has come and falsehood has vanished." Sahih al-Bukhari 2478. ഇത് ആകാശത്ത് നോക്കിയിട്ട് വായിക്കണതല്ല. നിങ്ങളെ മദ്രസ ഉസ്താദുമാര് വെളിച്ചെണ്ണ കൂട്ടി പിടിച്ച് പറയുന്ന പരിപാടിയല്ല. നമ്മൾ തെളിവാണ് ഇവിടെ വെക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുക്ക്. ഓക്കെ. അപ്പോ നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതേ അളവുകോല് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം മുഹമ്മദ് നബി കാബ എന്ന് പറയുന്ന അന്നത്തെ അമ്പലം പൊളിച്ചിട്ടാണ് ഇന്ന് കാണുന്ന പള്ളി പണിതത് എന്നത് സമ്മതിച്ച് അതിന്റെ തെളിവ് കാണുമ്പോൾ അത് സമ്മതിച്ചിട്ട് അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഇമാതിരി എഴുന്നള്ളിപ്പാട്ടി വഴിക്ക് വരരുത്. മനസ്സിലായോ? ആ സ്ക്രീനിൽ എഴുതിയത് വായിക്കുക. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുക. ഒന്ന് വായിച്ചാട്ടെ. പേപ്പട്ടി മാന്നാണ് അവിടെ കാണുന്നത്. ഇപ്പം കാണുന്ന ലേബിൽ കാണുന്നതാ. അത് വായിക്കുക. അവിടെ എന്താ കാണുന്നതെന്ന് വായിക്കുക. ഇപ്പൊ ജസ്റ്റ് ബൈ ആ പേപ്പട്ടി വന്നേ കാണുന്നുള്ളൂ. നിങ്ങൾ സ്ക്രീൻ എടുത്ത് ഒന്ന് ലൈവ് കറന്റ് ടൈംസ് ഇതിലേക്ക് പോകുന്നേ. വേറെ മാറ്റർ ഒക്കെ അവിടെ നിൽക്കുക. ആദ്യം ഇത് തീർന്നിട്ട് അടുത്ത മാറ്റർ. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചാടി ചാടി നമുക്ക് നേരം വെളുക്കണവരെ സുബൈ ബാങ്ക് കൊടുക്കണവരെ നമുക്ക് ഇതുമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതാദ്യം തീരുമാനമാക്കുക. നമുക്ക് സുബൈ ബാങ്ക് വരെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ കയറിയിട്ടേ ഇങ്ങനെ ഓരോ വണ്ടിയിൽ മാറി മാറി കയറി പോകാൻ നമുക്ക് പറ്റില്ല. ആദ്യം നിങ്ങൾ ഇത് തീരുമാനമാക്കുക. എന്നിട്ട് ബാക്കി നിങ്ങൾ ആദ്യം ഇത് തീരുമാനമാക്കുക. മുഹമ്മദ് നബി ചെയ്ത ഈ തെണ്ടിത്തരാണ് നിങ്ങൾ ആദ്യം സമ്മതിക്കുക. എന്നിട്ട് ബാക്കി ഈ പറഞ്ഞത് വായിക്കുക. അവിടെ സ്ക്രീനിൽ കാണുന്ന സാധനം മറ്റേതും കാണുന്നില്ല. നിങ്ങൾ ആ കറന്റ് ടൈമിലേക്ക് പോകൂ. ലൈവ് സ്ക്രീനിൽ മലയാളമില്ലേ? മലയാളോ? അത് ഇംഗ്ലീഷിൽ വായിക്കാൻ അറിയില്ലേ? ഇംഗ്ലീഷിൽ വായിക്കൂ. The prophet entered Mecca and the 300 and പറഞ്ഞോ? ക്ലിയർ ഇല്ല. idols around the അതിന്റെ ഉത്തരം പറഞ്ഞോ? അത് വായിക്കൂ. എന്താന്ന് വായിക്കൂ. Idols with a stick buried the and resting truth bracket has come and files are vanished. എന്താണ് അർത്ഥം എന്ന് പറഞ്ഞു? അർത്ഥം അറിയില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എന്റെ മലയാളം പറഞ്ഞോ. അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങളെ തല്ലി പൊട്ടിച്ചു. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? അതെ. സ്റ്റാബിംഗ് ദ ഐഡൽസ് വിത്ത് എ സ്റ്റിക്ക് എന്ന് പറഞ്ഞ എന്താണ്? അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. തല്ലി പൊട്ടിച്ചു. അതിനെ നശിപ്പിച്ചു. അത് തന്നെ. ശരിയാണോ തെറ്റാണോ? മുഹമ്മദ് നബി ചെയ്ത ഈ തെണ്ടിത്തരം ഒരു തെണ്ടിത്തരമാണോ അല്ലേ? അപ്പൊ നിങ്ങൾ അത് പഠിക്കാത്തത് എന്റെ കുഴപ്പമാവുന്ന എങ്ങനെയാ? അത് അപ്പൊ ഞാനിത് പഠിച്ചതുകൊണ്ട് പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് എന്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ? ഈ തെണ്ടിത്തരം കാണിക്കുന്നത് ഒരു പേപ്പട്ടി മതത്വമല്ലേ? അപ്പൊ നിങ്ങളിപ്പം ചെയ്യുന്നത് സംഖ്യയുടെ അച്ചാരം വായിച്ച് യൂട്യൂബ് ഇതാക്കി പൈസ കൊണ്ട് കുടുംബത്തെ പോറ്റുന്നത് അത് തെണ്ടിത്തര. എന്ത് തെണ്ടിത്തര? പേപ്പട്ടി മതത്തിനേക്കാളും വലുതല്ലേ? ചെന്നായ സ്വഭാവം അല്ല അത്. നിങ്ങൾക്ക് EMI അടയ്ക്കാനില്ല. ഒരു 10,000 രൂപ ഞാൻ അയച്ചു തരട്ടെ. പുളിക്കോ? പൈസ ഉണ്ടാക്കിയിട്ട് ജീവിച്ച് സ്വന്തം അതാ പറഞ്ഞത്. എന്റെ പൊന്നുകോയ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഈ ജീവിക്കുന്നത്. അല്ലാതെ മുഹമ്മദ് നബി ചെയ്ത മാതിരി ഈ ഗോത്രങ്ങൾ പോയി കൊള്ളയടിച്ചിട്ട് പെണ്ണുങ്ങളെ പോയി പൂശിയിട്ട് അവരെ പിടിച്ച് അടിമകളാക്കിയിട്ട് അതിലെ ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇതേപോലെ പൂശിയിട്ട് അത് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ടല്ലോ ഞാൻ ജീവിക്കുന്നത്. മുഹമ്മദ് ചെയ്ത ആ തെണ്ടിത്തരല്ലോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് മാന്യമായിട്ട് വീഡിയോ ചെയ്ത് ജീവിക്കല്ല ചെയ്യുന്നത്. ജീവിച്ച് പോട്ടെ കോയ. പ്ലീസ് ക്ഷമിക്കൂ കോയ. പ്ലീസ്. നിങ്ങൾക്ക് വല്ല 10,000 രൂപ വേണമെങ്കിൽ പറയും. ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് 10,000 രൂപ വേണമെങ്കിൽ പറയും.
ഏതായാലും എന്നെ കൊണ്ട് മുഹമ്മദ് ചെയ്ത പണി ചെയ്യാൻ പറ്റൂല. മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു എന്ന് പറഞ്ഞ? മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു? ജോലി എന്താണ്? എന്താ മുഹമ്മദ് നബിയുടെ ജോലി? ആ കാലത്ത് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? എന്താണ് ആ ജോലി എന്ന് പറയൂ. അതിലെന്താ ഇപ്പൊ പ്രസക്തി ഉള്ളത്? നിങ്ങൾ എന്നോട് ജോലി എടുത്താൻ ജീവിക്കാൻ പറഞ്ഞില്ലേ? മുഹമ്മദ് നബി എടുത്ത ജോലി എടുക്കാൻ ഞാൻ തയ്യാറാണ്. മുഹമ്മദ് നബി എടുത്ത ജോലി എന്താ? എന്താ അല്ല നിങ്ങൾ ഉദ്ദേശിച്ചാല് നമ്മളെ ഒരു പിന്നെ മുഹമ്മദ് നബി എടുത്ത ജോലി എന്താണ്? അതെനിക്ക് അറിയില്ല. മുഹമ്മദ് നബി ഒരു അടിമ കച്ചവടക്കാരനും അവിടെ ഒരു കൊള്ള നേതാവുമായിരുന്നു. ആ പണിയെടുക്കാൻ എന്നെ കിട്ടില്ല കോയ. പ്ലീസ് മാപ്പാക്കണം. എനിക്ക് പറ്റില്ല, ചൊറിഞ്ഞു പൊട്ടും. അതുകൊണ്ടാണ്. പ്ലീസ്, ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് സംഖ്യകളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുകയാണ്, അപ്പുറത്ത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ്, അതൊക്കെ വെച്ച് ഞാൻ എങ്ങനെ ജീവിച്ചു പോട്ടെ. പ്ലീസ് പ്ലീസ്. എങ്ങനെ? എന്ത്? എന്ത്? എങ്ങനെ? 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 അടിമയെ വെച്ചതിന് ഞാൻ തെളിവ് തരാം. അപ്പോഴോ വേണോ? അടിമയെ വെച്ചതിന് തെളിവ് വേണോ? തെളിവ് ഞാൻ തരുമ്പോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, ഇഞ്ചാതി സാധനം ഒന്നും കൂടെ ഇറക്കരുത്. തെളിവ് ഞാൻ അണ്ണാക്കിലേക്ക് തരും. വേണോ? വേണേ ഇപ്പൊ പറയും. വേണമെങ്കിൽ ഇപ്പൊ പറയും. അത് ശരി. അപ്പൊ തെളിവ് വേണ്ട. അപ്പൊ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാം. മുഹമ്മദ് നബി അടിമ കച്ചവടം നടത്തിയിരുന്നു, അടിമയെ പൂശിയിരുന്നു, അടിമയെ പിടിച്ചിരുന്നു, കൊള്ള നടത്തിയിരുന്നു. ഇത് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, നിങ്ങൾ ഞാൻ പറയുമ്പോ അത് ശരി. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ മറുപടി പറയുമ്പോൾ അത് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഒരു കാര്യം തിരിച്ചു പറയുമ്പോൾ അത് മറുപടി കേൾക്കാനോ അതിന് ചോദ്യത്തിന് ഉത്തരം പറയാനോ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മദ്രസയിൽ ചെലവാക്കിയാൽ മതി. അത് ഇവിടെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഞാൻ പറയുമ്പോ നിങ്ങൾ കേൾക്കാത്ത എന്താണ്? ഞാൻ ചോദിക്കണേന് നിങ്ങൾ ഉത്തരം പറയാത്ത എന്താണ്? ഞാൻ ചോദിക്കണേന് നിങ്ങൾ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന എന്തിനാ? മുഹമ്മദ് നബി എടുത്ത തൊഴിൽ എന്താന്ന് പറ. അല്ലെങ്കിൽ മുഹമ്മദ് നബി ഈ പറയുന്ന കഅബയിലെ ഈ വിഗ്രഹങ്ങൾ അടിച്ചു പൊട്ടിച്ചത് അത് തെണ്ടിത്തരമാണോ? അല്ലേ? പുരാതന കാലത്തെ കാര്യമാണ് ചോദിച്ചത്. അത് ലൈവായിട്ട് നമ്മൾ മുഹമ്മദ് നബി എല്ലാ കാലത്തേക്കുള്ളതല്ലേ? മുഹമ്മദ് നബി എല്ലാ കാലത്തേക്കുള്ളതല്ലേ? മുഹമ്മദ് നബി എല്ലാ കാലത്തേക്കുള്ളതല്ലേ? മുഹമ്മദ് നബി എല്ലാ കാലത്തേക്കുള്ളതല്ലേ? എല്ലാ കാലത്തേക്ക് ഉള്ളതല്ലേ? ആ, അതിന്റെ എന്താണ്? അതിന്റെ എല്ലാ കാലത്തേക്കും ഉള്ളതല്ലേന്ന് വെച്ചാല് മുഹമ്മദ് നബി എല്ലാ കാലത്തേക്കുള്ള മാതൃകയല്ലേന്ന്. സത്യമാണല്ലോ. ആണ്. അപ്പൊ മുഹമ്മദ് നബി ഈ അമ്പലം തല്ലിപ്പൊട്ടിച്ചത് ശരിയാണോ? അത് തെളിവാണ് ചോദിക്കുന്നത്. തെളിവ് ഞാൻ ഹദീസ് ഇവിടെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? അല്ല ഭായി, തെളിവ് അന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്തിൽ തെളിവല്ല. അപ്പൊ മുഹമ്മദ് നബി എല്ലാ കാലത്തേക്കുള്ള മാതൃകയല്ലേ? അല്ല, റസൂല് ആ സമയത്ത് അങ്ങനെ ചെയ്താണെങ്കിൽ ആ സമയത്ത് തന്നെ ചോദ്യം ചെയ്യാൻ ആളില്ലേ? ഇങ്ങനെ ചോദ്യം ചെയ്യാ? അതല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പ്രോഫറ്റ് മുഹമ്മദ് എന്റേർഡ് മെക്ക, there were 300 and കേൾക്കൂ. അപ്പൊ നിങ്ങൾ ഹദീസ് എടുക്കൂലേ? അപ്പൊ ഈ ഹദീസ് ഞാൻ തന്നിട്ട് നിങ്ങൾ എന്താ എടുക്കാത്തത്? നിങ്ങൾ ഹദീസ് എന്താ എടുക്കാത്തത്? ഈ ഹദീസിൽ എഴുതിയത് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാ തള്ളുന്നത്? നിങ്ങൾ ഒരു കാര്യം ചോദിച്ചാൽ അതിന് നിങ്ങൾ ഉത്തരം പറയാതെ നിങ്ങൾ മുങ്ങിയാൽ ഞാൻ പിടിക്കും. നിങ്ങൾ ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം നിങ്ങൾ പറയാതിരിക്കുമ്പോൾ ഞാൻ പിടിച്ചിരിക്കും. അസ്രായേൽ പിടിക്കണ മാതിരി ഞാൻ പിടിക്കും. ഒരു സംശയം വേണ്ട. ഉത്തരം ഉണ്ടെങ്കിൽ പറയും. മുഹമ്മദ് നബി കാണിച്ചത് തെണ്ടിത്തരമാണല്ലേ? യെസ് ഓർ നോ? ഇല്ലെങ്കിൽ വെച്ചിട്ട് പോ. അതൊക്കെ ഞാൻ പറയും. ഇത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമുക്കിത് വെറുതെ ഇങ്ങനെ എഴഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല. മെഴുകാൻ നമുക്ക് സമയമില്ല. എനിക്ക് സുബഹി ബാങ്കിന് എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ളതാണ്. എങ്ങനെ സംഖ്യകളുടെ അച്ചാരം വാങ്ങിച്ചാൽ ജീവിക്കണം? ഞാൻ മുഹമ്മദ് ചെയ്ത മാതിരി അടിമയെ പിടിച്ച് കൊള്ളയടിച്ചിട്ട് അവരെ പൂശിയല്ലോ ഞാൻ ജീവിക്കുന്നത്. കോയ, മാപ്പാക്കൂ പ്ലീസ്. മുഹമ്മദ് ചെയ്ത മാതിരിയുള്ള തെണ്ടിത്തരം എനിക്ക് ചെയ്യാൻ കഴിയില്ല. പ്ലീസ് മാപ്പാക്കൂ. എന്നാ ഉത്തരം പറയൂ കോയ. മുഹമ്മദ് ചെയ്ത ഈ അമ്പലം പൊളിയനായ മുഹമ്മദ് ചെയ്തത് ഇത് ശരിയാണോ തെറ്റാണോ? പറയൂ. അമ്പലം പൊളിയനായ മുഹമ്മദ് ചെയ്ത ഈ സാധനം ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറയൂ. അമ്പലം പൊളിയനായ മുഹമ്മദ് ചെയ്ത ഈ സംഗതി ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറയൂ. കഅബയിൽ ഉണ്ടായിരുന്ന ഈ വിഗ്രഹങ്ങളെ തല്ലിപ്പൊളിച്ച മുഹമ്മദ് ചെയ്ത ഈ തെണ്ടിത്തരം ശരിയാണോ തെറ്റാണോ? പറയൂ. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയൂ കോയ. നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോ പാലത്തായിലെ ചങ്ങായിനെ കൊണ്ടുവന്നത് എന്താ? പാലത്തായിലെ ചങ്ങായി എന്താ മാനവരിൽ മഹോന്നതനാണോ? അല്ലല്ലോ.
നിങ്ങൾ മാനവരിൽ മഹോന്നതന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇതിന് പാലത്തായിയുടെ കാര്യം കൊണ്ടുവന്നത്. പാലത്തായിലെ ചങ്ങാതി എന്താ മാനവരിൽ മഹോന്നതനാണോ? അല്ലല്ലോ. ചോദിച്ചതിനുവേണ്ടി ഉത്തരം പറയും. ഞാൻ 10 വരെ എണ്ണും, ഉത്തരം എണ്ണി പറയാ. ഈ അമ്പലം പൊളിയനായ മുഹമ്മദ് ചെയ്ത സംഗതി തെണ്ടിത്തരമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? 1, 10, 9, 8, 7, 6, 5. കൊള്ളാം. പൊട്ടിത്തെറിക്കോ? പൊട്ടൻഷ്യൽ ജിഹാദിയാണോ? പൊട്ടിത്തെറിക്കോ? ഒറ്റത്തന്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മുഹമ്മദിന്റെ തന്തക്കില്ല, അതറിയോ? കുന്നിൻ ചെരുവിൽ ഒറ്റപ്പന എന്നാണ് മുഹമ്മദിനെ നാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത്, അതറിയോ? ആമിനെ ഏതോ ഒരാള് കള്ളവടി വെച്ച് പോയപ്പോ ഉണ്ടായിട്ടുള്ള ആ സന്തതിയാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്നത്. ഞാൻ അതും കൂടി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്റെ പൊന്നുകോയ. ഓക്കെ, തൽക്കാലം മുഹമ്മദിന് വാങ്ങിച്ചു കൊടുത്ത് ഊക്ക് തൽക്കാലം നമ്മളിവിടെ നിർത്തുക. അപ്പോ ബാബറി മസ്ജിദിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന നമ്മുടെ കോയ ആദ്യം പറയേണ്ടത് ഇതേ പണി മുഹമ്മദ് ചെയ്തിട്ടുണ്ട്, അതിനെ നിങ്ങൾക്ക് തെണ്ടിത്തരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. തെളിവ് കാണിച്ചു തന്നപ്പോ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതാണ് നമ്മൾ ഈ പറയുന്ന വെളിച്ചെണ്ണ കോയമാരുടെ നിലവാരം എന്ന് പറയുന്നത്. സോ കോയ ഉത്തരം പറയുന്നില്ല. കോയ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ആളിലേക്ക് പോകുന്നു. ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ. ഓക്കെ, എന്തൊരാശ്വാസം. ഇച്ചിരി മൂരിവെള്ളം കുടിച്ചാട്ടെ പ്ലീസ്. ഇന്ന് റെഡ് ബുള്ള് കുറെ ചെലവാവും. 2 days later. ഓക്കെ, ഒരു ലാസ്റ്റ് കോളർ, അതുകൂടി കഴിഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. പറഞ്ഞോളൂ. ലാസ്റ്റ് കോളർ. പേര്? ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. പേര്? ഷഹീർ കണ്ണൂർ. പറയൂ. അവിടെ മ്യൂട്ട് ചെയ്യൂ. ഇല്ല, ഇവക്ക് കേട്ടുകൊടുക്കാണ്. പറഞ്ഞോളൂ. അന്ന് നമ്മള് ബാബരിന്റെ കഥ പറഞ്ഞ ഞാൻ ഓർമ്മ ഉണ്ടോ? എന്നിട്ട് എന്തായി കാര്യങ്ങള്? ഞാനതാണ് ചോദിക്കുന്നത്, എന്തായി കാര്യങ്ങള്? എന്നോടോ? എന്താണ് ഇങ്ങനെയൊക്കെ പോണു? അടുത്ത ബോംബ് പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. മുറികളൊക്കെ കുടിച്ച് ഉഷാറില്ലേ? ഇന്നില്ല, ഇന്നതിന്റെ ആവശ്യമില്ല. അന്നത്തെ കാര്യം കഴിഞ്ഞു. ഇന്നെന്താ വിളിച്ച പറയൂ, നമ്മള് അവസാനിപ്പിക്കേണ്ട സമയം. തുടർന്ന് പോകേണ്ട പരിപാടിയാണോ ഇതന്നെ? മുസ്ലിം വിമർശനം. ഈ മുസ്ലിം വിമർശനം, ഇസ്ലാം വിരോധം. അതൊക്കെ തുടരും. അതെ, തുടരും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, വേറെ മാറ്റമൊന്നുമില്ല, ചേഞ്ചിങ് ഇല്ല. നിങ്ങളുടെ പേപ്പട്ടി മതത്വം കുറയുന്നവരെ നമ്മൾ തുടരും. പേപ്പട്ടി നിങ്ങളല്ലേ പറയുന്നത്? നിങ്ങൾ പറയുന്നില്ലല്ലോ. ഞാൻ പറയണാണ്, നിങ്ങൾ പറയില്ലല്ലോ. ഞങ്ങളത് വിശുദ്ധ മതമാണ്. അടിമയെ വെക്കാൻ പറയുന്ന മതം വിശുദ്ധ മതമാണ്. ശരിയാണ്. അടിമ വെക്കേണ്ട പുരാതന കാലത്തല്ലേ, റസൂലിന്റെ ടൈമില്ല, അസമയത്തല്ലേ. ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതാണോ? അത് നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞ പറ്റാണല്ലോ. എല്ലാ കാലത്തേക്കുള്ളതാണോ ഇസ്ലാം? അതെ, ആണ്. അപ്പൊ ഇന്ന് ഇസ്ലാമിൽ ഈ പറയുന്ന നിയമം നിലനിൽക്കുന്നുണ്ടോ? ഇല്ലേ? നിയമം ഇല്ല, നിലനിൽക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാ ഇസ്ലാം എല്ലാ കാലത്തേക്കാന്ന് പറഞ്ഞപ്പോ അന്നത്തെ കാലത്തേക്കുള്ള നിയമമാണത്. നമ്മള് അത് അന്നത്തെ കാലത്തിന്റെ വിഷയം പറയുന്നത്. ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതാണോ അല്ലേ? അത് ഞാൻ ആദ്യം ചോദിക്കണം. ഇനി മാറ്റി പറയരുത്. അല്ല, അന്ന് പറഞ്ഞ ഇതന്നെ റിപ്പീറ്റ് ചെയ്യണം. എല്ലാ കാലത്തേക്കുള്ളതാണോ അല്ലേ? യെസ് ഓർ നോ? അതെ അതെ. അതേന്ന് പറഞ്ഞ എന്ത്? എല്ലാ കാലത്തേക്കുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ കാലത്തും. അപ്പൊ പിന്നെ ഒരു നിയമം നമ്മൾ ഇന്ന് അത് ബാധകമാണെന്ന് ചോദിക്കുമ്പോൾ അത് അന്നത്തെ കാലത്തേക്കുള്ളതാണെന്നുള്ള ആ ഓഞ്ഞ മറുപടി ഇനി പറയരുത്. അല്ല, അന്നത്തെ കാലത്ത് എന്ത് പറയുന്നത് നിങ്ങൾ മനസ്സിലായി. നിങ്ങൾക്ക് 4 ഭാര്യയെ വെക്കാം, അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അടിമ സ്ത്രീകളെ വെക്കാം. ഇതാണ് ഖുർആനിൽ പറയുന്നത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? 4 പേരെ വെക്കുന്നതില് നമ്മുടെ മതത്തിൽ പറഞ്ഞാണ്. അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അടിമയും വെക്കാം, അതും കൂടി പറയുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുന്നുണ്ടോ? അപ്പൊ ഓക്കെ ആണ് അതിനോട്? അതെ. അപ്പൊ പ്രശ്നമില്ല, അത് ഇന്നത്തേക്കും നിങ്ങൾ എടുക്കും. അത് കുഴപ്പമില്ല. അത് നമ്മള് ഇതിൽ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുമല്ലോ. അതെ, അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? അല്ല, പേപ്പട്ടി മതം എന്ന് വെച്ചാല് അത് പേപ്പട്ടിയെ ഭ്രാന്ത് പിടിച്ച മതമാണോ? അതെ. ഇത് ഈ അടിമയെ വെക്കുന്നത് ഒരു നല്ല കാര്യമാണോ? അടിമയെ വെക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണോ? അടിമയെ വെക്കുക എന്ന് വെച്ചാല് അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഓരോരുത്തരെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവല്ലോ. അതെ. അപ്പൊ ഈ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ അടിമയെ വെക്കാത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾ വെച്ചേനെ. സിറ്റുവേഷൻ എങ്ങനെ? അല്ല, സാഹചര്യം അത് അന്നത്തെ കാലത്തല്ല അതിന്റെ ആവശ്യമുള്ളൂ.
ഇന്ന് അടിമ ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതാണ്. ഇനി ആ വാചകം നിങ്ങൾ മേലെ ആവർത്തിക്കരുത്. അന്നത്തെ കാലത്ത് അടിമ എന്നുള്ള സംഭവം ഇപ്പൊ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഖുർആനിൽ ആ നിയമം ഇപ്പോഴും ഉണ്ട്. നിങ്ങളത് ഓക്കെ ആണെന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞേ? നിയമത്തിന്റെ അല്ല, അടിമ സംഭവം ഇപ്പൊ ഇല്ല. ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, അത് ഇന്നത്തേക്കും ബാധകമാണെന്ന് നിങ്ങളിപ്പോ പറഞ്ഞു. ഇനി മാറ്റി പറയരുത്. ഈ അടിമ എന്നുള്ള സംഭവം അപ്പോ അന്നത്തെ ഇസ്ലാമിൽ പറയുന്നത് അടിമത്തം, അടിമയെ വെക്കുക, പൂശ എന്ന് പറയുന്നത് ഓക്കെ ആണെന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഇല്ല, പൂശ എന്നല്ലേ കാര്യം. നിങ്ങൾ പിന്നെ ഭാര്യ വെക്കുന്നത്, ഭാര്യ കൂടാതെ ഇഷ്ടമുള്ളത്ര അടിമയെ വെക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അടുക്കള പണിക്കാണോ ഈ പറയുന്നത്? വെച്ചാല് നമ്മളെ ഒരു ജോലി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ അടിമ. ഇന്നത്തെ 4 ഭാര്യമാർ എന്ന് പറയുന്നിടത്ത് പിന്നെ ബാക്കി അടിമകൾ എന്ന് പറയുന്നത് എന്തിനാ, ജോലിയാണോ? 4 ഭാര്യ വന്ന് നിയമപരമായിട്ട് ഇപ്പൊ ഇല്ലല്ലോ. അങ്ങനെ സംഭവം അനുവദിക്കുന്നുണ്ടോ ഇപ്പൊ? എവിടെ അനുവദിക്കാതെ? ഇന്ത്യയിലുണ്ടല്ലോ 4 ഭാര്യമാർ വെക്കാന്നാണല്ലോ പറയുന്നത്. അത് യൂസ് ചെയ്യുന്നില്ലല്ലോ, അത് ജസ്റ്റ് അങ്ങനെ പറയുന്നില്ലല്ലോ. ഇപ്പൊ ഈ അടുത്ത് കോടതി വിധി വന്നത് കണ്ടില്ല? ആദ്യ ഭാര്യയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് 2ാമത്തെ കല്യാണം കഴിക്കാം, 2ാമത്തെ ഭാര്യയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് 3ാമത്തെ കല്യാണം കഴിക്കാം. ഇതെല്ലാം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പോളിഗാമി ഈസ് അലൗഡ് ഇൻ ഇസ്ലാം ഇൻ ഇന്ത്യ റൈറ്റ് നൗ. യൂണിഫോം കോഡ് വരാത്തതുകൊണ്ട്. ഓക്കെ, നമുക്ക് ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ ഞാൻ വിളിച്ചതിന്റെ മെയിൻ മാറ്റർ പറഞ്ഞിട്ട് നിങ്ങൾ അടുത്തേക്ക് പോയത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഉത്തരമാണെങ്കിൽ വെട്ടുമ്പോ നിങ്ങൾ അങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റുന്ന പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 മിനിറ്റ് കൂടി തരും, അത് കഴിയുമ്പോൾ നിർത്തും. എന്തെങ്കിലും പറയണേ പറയും. ഞാൻ നിങ്ങൾ ഇതേ വർത്തമാനമായിട്ട് മൂരിയുള്ള ലാസ്റ്റ് കുടിച്ചേ. നിങ്ങൾ എന്നാ ചോദിച്ചതിന് ഉത്തരം പറയും. ഈ പറയുന്ന 4 പെണ്ണ് കെട്ടാം, അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ അടിമയെ വെക്കാമെന്ന് പറയുന്ന സാധനം, ആ നിയമം ഓക്കെ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ശരിയാണോന്നാ ഞാൻ ചോദിക്കുന്നത്. ലാസ്റ്റ് കുടിച്ച നിയമം ശരിയാണോന്നാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കുടിച്ചത് ശരിയാണോ നിയമം? ചോദിച്ചോണ്ടി പറയില്ല, വെച്ചിട്ട് പോകും. വെറുതെ സമയങ്ങളല്ലേ. ആ പറയുന്ന അടിമയെ വെക്കാം എന്ന് പറയുന്ന സംഗതി ശരിയാണോ? അടിമയെ വെക്കാന്ന് പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതാണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞത്. ഇനി ആ കാര്യം ഇവിടെ എഴുന്നള്ളിക്കരുത്. ഇപ്പൊ ഇസ്ലാമിൽ ഈ നിയമം ഉണ്ട്, 4 ഭാര്യമാർ, അതുകൂടാതെ ഇഷ്ടമുള്ളത്ര അടിമ. അത് ശരിയാണോ തെറ്റാണോ ഞാൻ ചോദിക്കുന്നത്. 4 ഭാര്യമാർ വെക്കുന്നത് അതൊക്കെ ഇഷ്ടമുള്ളത്ര അടിമയും വെക്കാം എന്ന് പറയുന്നു, ശരിയാണോ തെറ്റാണോ? അടിമ വെക്കുന്ന അടിമന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഇഷ്ടമുള്ള അത്ര അടിമയെ വെക്കാമെന്ന് ഇസ്ലാമിൽ ഖുർആനിൽ ഇന്നുള്ള നിയമമാണ്. അത് ശരിയാണോ തെറ്റാണോ ഞാൻ ചോദിക്കുന്നത്. അടിമെന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് അറിവുള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയൂ. അല്ല ബോസ്, അറിവില്ലാത്ത കാര്യങ്ങൾ. അടിമയെ വെക്കുക എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതിനെപ്പറ്റി ഇല്ല എന്ന് പറഞ്ഞു. അടിമയെ വെക്കുക എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞില്ല അതിനെപ്പറ്റി. എനിക്ക് ഫസ്റ്റ് ആൻസർ ഞാൻ എന്റെ ക്വസ്റ്റ്യൻസിന്റെ ഞാൻ ആൻസർ. അടിമയെ വെക്കുക എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? അതിന്റെ അറിവ് എനിക്ക് ഇല്ലാന്ന്. ഇല്ലാത്ത കാര്യം ഞാൻ തന്നെയാണ് ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കാനുള്ള കാരണം. അടിമത്തം തെറ്റാണ് എന്ന് ഇവിടെ ഏത് പച്ച മനുഷ്യന്മാരെ വിളിച്ചു ചോദിച്ചാലും പറയും. പക്ഷെ ഒരു മുസ്ലിമിന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ മതം പഠിപ്പിക്കുന്നത് അടിമത്തം എന്ന് പറയുന്നത് ശരിയാണ്, ഹലാലാണെന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം തെറ്റാവുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ്. കോയ ചെല്ല്, കോയ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് വാ. കുറച്ച് മൂരിവെള്ളം മാറ്റിയിട്ട് കുറച്ച് ഒട്ടകമൂത്രം കുടിച്ചിട്ട് വാ. ഓക്കെ, അപ്പൊ എന്നാ ശരി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.